Hi students, SLC IT മോഡൽ എക്സാമിലെ തിയറി ഭാഗത്തു നിന്ന് വന്ന ചോദ്യങ്ങളും അവയുടെ ആൻസേഴ്സുമാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യം കാണിക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാം ഉപയോഗിക്കുന്ന ITET സ്കൂൾ GNU ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് ഏത് സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ നിന്നാണ്? ഓപ്ഷൻസ് എ ഉബുണ്ടു, ബി റെഡ് ഹാറ്റ്, സി മാൻഡ്രേക്ക്, ഡി വിൻഡോസ്. ആൻസർ എ ഉബുണ്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ UTP കേബിളുകളുടെ ഉപയോഗത്തെ സൂചിപ്പിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? കമ്പ്യൂട്ടറുകൾക്ക് വൈദ്യുത പവർ നൽകുന്നതിന് ഉപയോഗിക്കുന്നു, പ്രിൻ്ററുകൾക്ക് വൈദ്യുത പവർ നൽകുന്നതിന് ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടറുകൾ തമ്മിൽ നെറ്റ്വർക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടറും പ്രൊജക്ടറും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ആൻസർ സി, കമ്പ്യൂട്ടറുകൾ തമ്മിൽ നെറ്റ്വർക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ദ്വിമാന ആനിമേഷൻ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏത്? എ അഡോബ് ഫ്ലാഷ്, ബി സിൻഫിക് സ്റ്റുഡിയോ, സി ട്യൂൺ ബൂം, ഡി കോറൽ ഡ്രോ. ആൻസർ ബി സിൻഫിക് സ്റ്റുഡിയോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്, അത് റൺ ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന ഒരു എററാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിലെ തെറ്റ് കാരണം സിൻടാക്സ് എറർ, ഇൻവാലിഡ് സിൻടാക്സ് എന്ന സന്ദേശമാണ് വന്നത്. ഏത് സ്റ്റേറ്റ്മെൻറ്റിലാണ് തെറ്റ് വന്നിട്ടുള്ളത്? എ ഫോർ ഐ ഇൻ റേഞ്ച് 4, ബി ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, സി ഫോർവേഡ് 100, ഡി റൈറ്റ് 90. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം ഫോർ ഐ ഇൻ റേഞ്ച് 4 എന്നുള്ളിടത്തൊരു കോളൻ കൊടുക്കേണ്ടതാണ്. അതായിരുന്നു അവിടെ എറർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഫോർ ഐ ഇൻ റേഞ്ച് 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് ബിന്ദുക്കൾക്കിടയിൽ നിർവചിക്കപ്പെട്ട പാത ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന ചിത്രങ്ങളാണ് റാസ്റ്റർ ഇമേജസ്, ബി സിംബോളിക് ഇമേജസ്, സി വെക്റ്റർ ഇമേജസ്, ഡി ഐക്കോണിക് ഇമേജസ്. ആൻസർ സി വെക്റ്റർ ഇമേജസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. വശങ്ങളുടെ നിറം നീലയും ഉൾഭാഗം വയലറ്റുമായ ത്രികോണം നിർമ്മിക്കുന്നതിനുള്ള പ്രോഗ്രാമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ വിട്ടുപോയ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? എ പെൻ കളർ ബ്ലൂ കോമ വയലറ്റ്, ബി പെൻ കളർ വയലറ്റ് കോമ ബ്ലൂ, സി കളർ ബ്ലൂ കോമ വയലറ്റ്, ഡി കളർ വയലറ്റ് കോമ ബ്ലൂ. ഇപ്പോൾ ഇവിടെ കളർ ബ്ലൂ കോമ വയലറ്റ് എന്നുള്ളതാണ് കറക്റ്റ്. ബ്ലൂ എന്നുള്ളത് ബോർഡറിനും അതുപോലെ വയലറ്റ് എന്നുള്ളത് ഫില്ല് ചെയ്യാനാണ് കൊടുക്കേണ്ടത്. ആൻസർ സി കളർ ബ്ലൂ കോമ വയലറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയ ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് ഉപകരണങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? എ ഓഡിയോ തരംഗങ്ങൾ, ബി റേഡിയോ തരംഗങ്ങൾ, സി ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ഡി അൾട്രാവയലറ്റ് തരംഗങ്ങൾ. ആൻസർ ബി റേഡിയോ തരംഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടറിൻ്റെ പാർട്ടീഷൻ വലിപ്പം, ഫയൽ സിസ്റ്റം തുടങ്ങിയ ഡിസ്ക് പാർട്ടീഷൻ വിവരങ്ങൾ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏത്? എ ജി പ്ലേറ്റ്സ്, ബി ലോഞ്ചർ, സി ഡിസ്ക്സ്, ഗ്നോം ഡിസ്ക്, സ്ക്രാച്ച്. ആൻസർ സി ഡിസ്ക് ഗ്നോം ഡിസ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. GNU ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വിവരങ്ങൾ താൽക്കാലികമായി സൂക്ഷിക്കുവാൻ നിർമ്മിക്കുന്ന അതിവേഗ ഫയൽ സിസ്റ്റം ഏത്? എ സ്വാപ്പ്, ബി റൂട്ട്, സി റാം, ഡി ഹോം. ആൻസർ എ സ്വാപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുൻകൂട്ടി തയ്യാറാക്കിയ ചിത്ര ഫയലുകൾ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിലേക്ക് ഉൾപ്പെടുത്താൻ ചുവടെ നൽകിയിരിക്കുന്ന ഏത് സങ്കേതം ഉപയോഗിക്കാം?
എ എക്സ്പോർട്ട്, ബി ഇമ്പോർട്ട്, സി റെൻഡർ, ഡി സെൻഡ്. ഇതിലെ ആൻസർ ബി ഇമ്പോർട്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം തിയറി ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.